മുടി നരച്ചുണ്ടെങ്കിലും ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി, മുടി കറുപ്പാക്കാൻ ഈ ഒരു സൂത്രം മാത്രം മതി. ഈ കളർ കണ്ടിട്ട് നിങ്ങൾ നെട്ടണ്ട. നമ്മുടെ മുടി കറുപ്പാക്കാൻ, നരച്ച മുടിനെ കറുപ്പാക്കാനായിട്ട് ഈ ഒരു സാധനം മാത്രം മതി. ഇതെന്താണെന്ന് കണ്ടു നോക്കാം. ഇക്കാലത്തുണ്ടാകുന്ന അകാല നര, അതുപോലെ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന നരയൊക്കെ കുറയ്ക്കാനും മുടി നല്ലപോലെ കിളുക്കാനും മുടിയൊക്കെ നല്ല മിനുസമായിട്ട് കിടക്കാനും അതുപോലെ നല്ല കട്ടിയായിട്ട് തന്നെ വളരാനും ഡാൻഡ്രഫ് പോകാൻ അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആകാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന അടിപൊളി ഒരു സൂത്രമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കെമിക്കലൊന്നും മേടിച്ച് പണി വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നരച്ച മുടിനെ കറുപ്പിക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സൂത്രം ഇവിടെ തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം റോസ്മേരിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് തേയിലപ്പൊടി എടുക്കേണ്ടതുണ്ട്. പിന്നെ 4 ഗ്രാമ്പും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ റോസ്മേരി മുടി നല്ലപോലെ കിളുക്കാൻ സഹായിക്കുന്നതാണ്. അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും. റോസ്മേരി എല്ലാ അങ്ങാടിക്കടയിൽ റോസ്മേരി മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അതിൻ്റെ ലീഫായിട്ടാണേലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിയതാണേലും മതി. പച്ചക്കുള്ളതും ഉണ്ട്, ഉണങ്ങിയതും ഉണ്ട്. ഏതാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. വളരെ നല്ല രീതിയിൽ റോസ്മേരി ഒക്കെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ മുടിയൊക്കെ നല്ലപോലെ കിളുക്കും. അതുപോലെ നരവുണ്ടെങ്കിൽ ഒക്കെ മാറാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ ഇത് മേടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. റോസ്മേരി വാട്ടർ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിത് ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേയിലപ്പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേയിലപ്പൊടിയിലോ കോഫി പൗഡർ ഇട്ടാലും മതി, ഉണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ തേയിലപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരിയും പിന്നെ 2-3 ഗ്രാമ്പും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുറുക്കി എടുത്തതാണ് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളമാക്കി എടുത്താണ്. നല്ല കട്ടിക്ക് തന്നെ ഇത് വേണം കേട്ടോ. അങ്ങനെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഈ ഒരു തക്കാളി ഫുള്ള് നമുക്ക് വേണം കേട്ടോ. ഒരുപാട് നരച്ചമുടി ഉള്ളവർ ഇത് ഫുള്ളും എടുത്തോളൂ. നരച്ചമുടി കുറവുള്ളവർ ഇതിന് പകുതി എടുത്താലും മതി. പക്ഷേ ഞാൻ ഇവിടെ ഫുള്ളും എടുക്കും. 2 പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതിനകത്ത് നിങ്ങൾ പച്ചവെള്ളം ഒന്നും ഒഴിക്കില്ലേ. ഈ തക്കാളിയുടെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആ തേയില വെള്ളം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടിച്ച് നല്ലപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇത് അരിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൂടെ കുറച്ച് ഒഴിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാനൊന്ന് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിൽ നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കൊരു ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കാം. ഈ തക്കാളിയുടെ ഒരു പേസ്റ്റ് നമ്മുടെ മുഖ സൗന്ദര്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയെ, നരച്ച മുടിയെ ഒരു ഇരുണ്ട ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. മുടിക്ക് നല്ല മിനുസം തരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് പോലെയാണ് നമുക്ക് ഈ തക്കാളി നമ്മുടെ മുടിയിലെയും അതുപോലെ നമ്മുടെ സ്കാൽപ്പിലെയൊക്കെ അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ്. ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് പോലെയുണ്ട്. അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ ഇട്ട് നോക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ലപോലെ ഇതാക്കി വെക്കാനും നല്ല മിനുസമുള്ളതാക്കി മാറ്റാനും ഡാൻഡ്രഫ് പോകാനും മുടി ഒരു ഇരുണ്ട ഷെയ്ഡിലേക്ക്, നരച്ച മുടി ഇരുണ്ട ഷെയ്ഡിലേക്ക് വരാനും സഹായിക്കുന്നതാണ് നമ്മുടെ തക്കാളി. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ. അപ്പോൾ ഞാനൊരു മിക്സ് ഇരുമ്പ് ചട്ടി തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രം എടുത്തോളൂ. ഇരുമ്പ് ചട്ടി ചെയ്തിട്ട് 1 ടീസ്പൂൺ അളവിന് കോഫി പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ നമ്മൾ തേയില വെള്ളത്തിൻ്റെ മിക്സും കോഫി പൗഡറും ഇതിന് അത്യാവശ്യമായിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഹെന്ന പൗഡർ, നീലാമ്പരിപ്പൊടി ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഇത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. ആഴ്ചയിൽ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കെമിക്കൽ മേടിച്ചടിച്ചിട്ട് കിട്ടുന്ന ഒരു പെട്ടെന്ന് കറുത്ത് കിട്ടില്ല. ഇത് നമ്മൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ
നമ്മുടെ നരച്ച മുടിക്ക് കിട്ടത്തുള്ളൂ. ഇത് നല്ലൊരു മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്, ഒരു ബ്രൗൺ കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇത് കൊണ്ടുവരും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ യൂസ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് നിങ്ങളൊന്ന് അടച്ച് വെച്ചതിന് ശേഷം കൈ കൊണ്ട് ഇത് നമ്മൾ കൈ കൊണ്ട് എടുക്കുവാണെങ്കിൽ കൈ കുറച്ചെടുത്തതിന് ശേഷം കയ്യിൽ എണ്ണ നമ്മൾ തലയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്തു ആ ഒരു രീതിയിൽ നിങ്ങൾ കൈ കൊണ്ട് കോതി തലയിലെല്ലാം പുരട്ടാം. അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഒരു പഞ്ഞിയോ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് തലമുടിയിലേക്ക് സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു 15 മിനിറ്റ് വെച്ചപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു സൈഡ് വശമെല്ലാം നല്ല ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. പിന്നെ എല്ലാവരും ഓർക്കും ഇത് പെട്ടെന്ന് കറക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓരോ കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് നാച്ചുറൽ ആയത് കാരണം പതുക്കെ അത് കറുത്ത് വരുത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റ യൂസ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നരച്ച മുടിയിൽ. ഇതൊക്കെ നാച്ചുറൽ ആയത് കാരണം നമുക്ക് യാതൊരു അലർജി കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒരു മാറ്റം ഈ ഒരു ഇതിന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ എൻ്റെയൊക്കെ മുടിയിലൊക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കെമിക്കൽ മേടിച്ച് എൻ്റെ മുടിയിൽ അടിച്ചിട്ട് ഇക്കയുടെ മുടിയിലൊന്നും അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നാച്ചുറലായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഹെന്ന ചെയ്തിരിക്കണം. മാസത്തിലൊന്ന് ഹെന്ന ചെയ്താൽ നമ്മൾ എന്ത് നമ്മുടെ മുടിയിലേക്ക് ചെയ്യുവാണെങ്കിൽ അത് ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ മുടി വരുന്നതായിരിക്കും, നരച്ച മുടി വരുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടി കണ്ടില്ലേ, ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ വരെ മുടിയൊക്കെ നരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിൻ്റെ, ഫുഡിൻ്റെ, വെളിയിൽ നിന്നുള്ള ഫുഡിൻ്റെ ഒക്കെയാണ് കൂടുതലും ശരീരത്തിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ മുടിക്ക് ഒരു ഇത് വരുന്നത്. പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക്, പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. കഴിവതും ടെൻഷനൊക്കെ ഒഴിവാക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, നല്ല നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക. അപ്പോൾ നമ്മുടെ ആഹാര രീതികളൊക്കെ ഒരു മാറ്റം വരുത്തുകയാണ്. മുടിയൊക്കെ നരച്ചൊക്കെ പോവുകയും ചെയ്യും. പിന്നെ മുടി നരയ്ക്കത്തുമില്ല. പിന്നെ കിളുത്ത് വരുന്ന മുടിയുടെ നല്ല കട്ട കറുപ്പോട് കൂടി കിളുത്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിൽ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചീപ്പ് കൊണ്ട് നല്ല ഏരിയിട്ട് നല്ല മുറുക്കി കെട്ടി വെക്കുന്നുണ്ട്. പിന്നെ കുളിക്കാൻ നേരത്ത് അത് കഴുകി കളഞ്ഞാൽ മതി. അതിന് എത്ര നേരം വേണേൽ നിങ്ങൾക്ക് മുടിയിൽ വെക്കാം. അപ്പോൾ ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോടെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.